മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. പിന്നെ ഈ അക്കൗണ്ടും ചിലപ്പം അടിച്ചു പോവാം. പക്ഷെ എത്ര അക്കൗണ്ട് അടിച്ചു പോയാലും ഞാൻ പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതായിരിക്കും. എന്നെ ഒരാളെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുതിയത് തുടങ്ങും. അങ്ങനെ നമ്മുടെ പർപ്പിൾ ചേച്ചി തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൂർവാധികം ശക്തിയോടെ അവൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ചേച്ചിയുടെ 1 കോടിയോളം രൂപ സബ്സ്ക്രിപ്ഷനിലൂടെ ലഭിച്ചിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചുപോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ആ അക്കൗണ്ട് പൂട്ടിച്ചതോടെ ചേച്ചി ഇൻസ്റ്റാഗ്രാമിനോട് പിണങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല എന്നാണ് ചേച്ചിയുടെ നിലപാട്. പകരം ചേച്ചി ഒരു വെബ്സൈറ്റ് തന്നെ അങ്ങോട്ട് തുറന്നു എന്ന് മാത്രമല്ല എല്ലാവരെയും തന്റെ വെബ്സൈറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ചേച്ചി ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹായ് ഗായ്സ്, പർപ്പിൾ ആണ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷം. എന്നാലും സ്വന്തം വെബ്സൈറ്റ് ഒക്കെ തുടങ്ങാന്ന് പറഞ്ഞ ചേച്ചിന്റെ ഒരു റേഞ്ചുകളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചതിനേക്കാളും കൂടുതൽ വെബ്സൈറ്റിൽ കാണിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, അങ്ങനെ കൂടുതൽ കാണിക്കാൻ വേണ്ടി തന്നെയാണല്ലോ വെബ്സൈറ്റ് തുടങ്ങിയിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിന് സന്തോഷം, അതാണ് നമ്മുടെ പർപ്പിൾ ചേച്ചിക്ക് വലുത്. എന്തായാലും ചേച്ചി ബാക്കിയോട് പറഞ്ഞാട്ടെ. ബയോയിൽ ലിങ്ക് ഉണ്ട്, താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ 1 വീക്കായിട്ട് ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്ക് ഭയങ്കര പരാതി, ലൈവ് കുറച്ച് പ്രീമിയം ആയതുകൊണ്ട് റേറ്റ് കുറയ്ക്കണമെന്ന്. പ്രീമിയം ലൈവ് ആകുമ്പോൾ റേറ്റ് കൂടും, അതിനിപ്പോ ചേച്ചിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ചേച്ചിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുടെ ആഗ്രഹമല്ലേ ചേച്ചി. ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തൂടെ? വീട്ടിൽ അരി വാങ്ങാനും കറണ്ട് ബിൽ അടിക്കാനും ഒക്കെ മാറ്റി വെച്ച പൈസ എടുത്തിട്ടാണ് ഈ ദാരിദ്ര്യം പിടിച്ചവന്മാരൊക്കെ ചേച്ചിന്റെ ലൈവ് കാണാൻ വരുന്നത്. ഒരു നേരം പട്ടിണി കിടന്നാലും വേണ്ടില്ല, ചേച്ചിന്റെ കലാപ്രകടനം കാണണം, ബാത്റൂമിൽ പോകണം, ഈ ഒരു ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. അവരെ കൈവിടല്ലേ ചേച്ചി. ചേച്ചിക്ക് ദോഷം കിട്ടും, പറഞ്ഞില്ലെന്ന് കാണണം. ബാക്കി പറഞ്ഞാലും ഒരുപാട് പേര് പറയുന്നു അവർക്ക് ചേച്ചിയെ കാണണം, ചേച്ചിയുടെ ലൈവ് അറ്റൻഡ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ. ഇന്ററാക്ഷനോ? ഓഹോ, അപ്പൊ ഇതിനിടയിൽ അതിനൊക്കെ സമയം കിട്ടും. കൊള്ളാലോ. അപ്പൊ കാണിക്കല് മാത്രല്ല കമ്പിക്കഥയുണ്ട് അല്ലേ? അല്ല, പർപ്പിൾ ചേച്ചിയുടെ ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോ കമ്പിക്കഥയിൽ കുറഞ്ഞൊന്നും ആരാധകർ പ്രതീക്ഷിക്കൂലല്ലോ. കഥ പറച്ചിലും കാണിക്കലും ഒക്കെ ആയിട്ട് ഒരു 1.5 ലൈവ് തന്നെ ആയിരിക്കും. ബാക്കി പറഞ്ഞാലും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാന് അഫോർഡബിൾ ആയിട്ട് നാളെ ഒരു കിടിലൻ ഓഫറിനാണ് ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മോനെ, അതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിന്റെ ആ ഒരു ഉദാര മനസ്കഥ നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. പല സാധനങ്ങൾക്കും ഓഫർ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, എന്നാലും ഓൺലൈനിൽ ലൈവ് പോകുന്നതിനൊക്കെ ഓഫർ കൊടുക്കുന്ന കാണുന്ന ആദ്യമായിട്ടാണ്. ചേച്ചിന്റെ ഒരു ലെവല് ഒന്നും പറയാനില്ല. വന്ന് ശരീര പ്രദർശനത്തിന് വരെ ഓഫറായേ. കാലം പോയ പോക്കേ. ബാക്കി കണ്ടോക്കെ. എന്തായാലും ലൈവ് സെറ്റ് ചെയ്തിരിക്കുന്നത് 10 മണിക്കാണ്. പിന്നെ ഞാൻ ആരെയും കമ്പനി ചെയ്യുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, എന്നെ സ്നേഹിക്കുന്നവർ മാത്രം വന്നാൽ മതി. അതൊരു ഫ്രണ്ട്ലി ഒരു ചിറ്റ് ചാറ്റ് പോലത്തെ ഒരു ലൈവ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും കാണത്തില്ല. അതെന്ത് വർത്താനാണ് ചേച്ചി? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും കാണത്തില്ല എന്നൊക്കെ. അതുകൊണ്ടാണല്ലേ അപ്പൊ ഡിസ്കൗണ്ട് തരാന്നൊക്കെ പറഞ്ഞ് പ്രീമിയം ചാർജ് അടിക്കുന്നവർ മാത്രം അതൊക്കെ കണ്ടാൽ മതി എന്നാണ്. ഡിസ്കൗണ്ടിൽ വരുന്ന പാവങ്ങൾക്ക് പട്ടി വിലയല്ലേ ചേച്ചി കൊടുക്കുന്നത്? ഇതൊരു മാതിരി പരിപാടിയായി പോയി, മോശമായി പോയി, വളരെ മോശമായി പോയി. ദാരിദ്ര്യം പിടിച്ചമാരൊന്നും ഇങ്ങനെ അപമാനിക്കേണ്ടിയിരുന്നില്ല. ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ വരിക, കാണുക, ഞാനുമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക. പിന്നെ മെറ്റയില് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞാന് ഇൻസ്റ്റാഗ്രാമില് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നില്ല. അതെ, ഇൻസ്റ്റാഗ്രാമിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ചേച്ചിയുടെ ആഗ്രഹം പോലെ അങ്ങോട്ട് തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഒരു വെബ്സൈറ്റ് തന്നെ തുടങ്ങാമെന്ന് വെച്ചത്. ഇതാകുമ്പോ ഇനി എന്താവാലോ. ബാക്കി പറഞ്ഞാലും പിന്നെ ഈ അക്കൗണ്ടും ചിലപ്പം അടിച്ചു പോവാം. പക്ഷെ എത്ര അക്കൗണ്ട് അടിച്ചു പോയാലും ഞാൻ പുതിയ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുന്നതായിരിക്കും. എന്നെ ഒരാളെങ്കിലും ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുതിയത് തുടങ്ങും. ഞാൻ ഒരു ബാക്കപ്പ് അക്കൗണ്ട് കൂടെ തുടങ്ങിയിട്ടുണ്ട്, അത് ഞാന് ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങള് അതൊരു പ്രൈവറ്റ് അക്കൗണ്ടാ, താല്പര്യമുള്ളവര് കയറി ഫോളോ ചെയ്യുക. പിന്നെന്താ, പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ. നാളെ അപ്പോ നമുക്ക് കാണാം. ഓക്കെ, കേട്ടല്ലോ. അപ്പൊ നാളെ പാവങ്ങൾക്ക് ചേച്ചീനെ വക ദാനം കൊടുക്കുന്നുണ്ട്, വമ്പൻ ഡിസ്കൗണ്ടിൽ ഒരു ലൈവ്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നും അതിലുണ്ടാവില്ല കേട്ടോ. അതൊക്കെ പ്രീമിയം കസ്റ്റമേഴ്സിന് മാത്രം. ഡിസ്കൗണ്ടിന് വരുന്നവരൊക്കെ അടുക്കള ഭാഗത്ത് ഇരുന്ന് ചോറ് നക്കിയാൽ മതി. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പർപ്പിൾ ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ ലോകത്തെ മറ്റൊരു ധീര വനിതയായ ജാനകി സുധീറിനെ കണ്ടിട്ട് വരാം. ജാനകി ചേച്ചിനെ അറിയാലോ അല്ലേ, പഴയ ബിഗ് ബോസ് താരമാണ്. ചേച്ചി 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബക്കാരായാലും കൂട്ടുകാരായാലും ആർക്കും ഞാൻ ഫ്രീ ആയിട്ട് കാണിച്ചു തരൂല, വേണമെങ്കിൽ പൈസ അടിച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹായ് ഗായ്സ്, അപ്പം ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് വന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയിട്ടുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. അറിയാതെ പിന്നെ ലോക പ്രസിദ്ധമായ 10 സബ്സ്ക്രിപ്ഷനിൽ ഒന്ന് ചേച്ചിൻ്റെതാണല്ലോ. അപ്പൊ പിന്നെ ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എങ്ങനെ അറിയാതിരിക്കും? ബാക്കി പറഞ്ഞാട്ടെ. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്, സോറി, അതിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് തിരക്കുകൾ കാരണമാണ് എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ
ഇത് ആ കാര്യമല്ല പറയാൻ പോകുന്നത്, ഇത് വേറൊരു കാര്യമാണ്. 399 ആണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. വീട്ടുകാരായിരുന്നാലും കൂട്ടുകാരായിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഈ 399 കൊടുത്തു വേണം സബ്സ്ക്രിപ്ഷൻ പ്ലാനിലുള്ള സാധനം എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ചുമ്മാ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ട് ഫ്രീ ആയിട്ട് കാണിച്ചു തരുമോ, ഒരെണ്ണം അയച്ചു തരുമോ, അങ്ങനെയൊക്കെ അയച്ചു തരാനും കാണിച്ചു തരാനും പിന്നെ ഞാൻ എന്തിനാ ഈ തുടങ്ങിയേക്കുന്നത്? അങ്ങോട്ട് ചോദിക്ക് ചേച്ചി. ഫ്രീ ആയിട്ട് തുണി അയച്ച് കാണിക്കാനൊന്നും ചേച്ചിനെ കിട്ടൂല. ചേച്ചി തുണി അയക്കും, പക്ഷെ നല്ല ദുട്ട് കൊടുക്കണം എന്ന് മാത്രം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രൈസ് ഉണ്ട്. അത് കൊടുത്തിട്ട് വേണമെങ്കിൽ കണ്ടാൽ മതി. എന്നാൽ ഇത്ര അധികം ദരിദ്രവാസികൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കുറെ പേര് പോയി പർപ്പിളിനോട് ഡിസ്കൗണ്ട് ചോദിച്ചേക്കുന്നു. വേറെ കുറെ പേര് ജാനകി ചേച്ചിയുടെ ഇൻബോക്സിൽ പോയിട്ട് ഫ്രീ ആയിട്ട് അയച്ചിട്ട് കാണിക്കാൻ വേണ്ടി ചോദിച്ചേക്കുന്നു. ഡേയ്, ഫ്രീ ആയിട്ട് കാണണമെങ്കിൽ വല്ല സൈറ്റിലും ചെന്ന് കാണടേ. പാവത്തങ്ങളായ മാതാമാരുടെ ഇഷ്ടംപോലെ വീഡിയോകൾ അവിടെ കിടപ്പുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഡിസ്കൗണ്ടും ചോദിച്ചെന്ന് മലയാളികളുടെ മാനം കളയല്ലേ. നാരും ചേച്ചി, കുടുംബക്കാരും കൂട്ടുകാരും വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടും കാണിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിലും നമ്മളെ കുടുംബല്ലേ. അങ്ങനെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുന്നത് ശരിയല്ലല്ലോ. ബാക്കി പറഞ്ഞാട്ടെ എന്തായാലും. ഇനിയിപ്പൊ എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും നീ പൈസ കൊടുത്ത് കണ്ടാൽ മതി. എനിക്കതിൽ മെച്ചമുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തുടങ്ങിയത്. അല്ലാതെ ഫ്രീ ആയിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാനാണെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഒരു പ്ലാൻ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചുമ്മാ മുന്നേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഇപ്പൊ നമ്മുടെ ഷൂട്ട്സും കാര്യങ്ങളും ഇടുമായിരുന്നു. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്നൊരു പ്ലാറ്റ്ഫോം കൂടി ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വന്നത് കൊണ്ടിട്ട് അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടിട്ടാണല്ലോ ഇടുന്നത്. നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് പോലെ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പൈസ. അതെ, ചേച്ചി പറഞ്ഞതാണ് അതിന്റെ ഒരു ഇത്. വെറുതെ ഒന്നുമല്ലല്ലോ ചേച്ചി നിങ്ങളുടെയൊക്കെ സാമാനം ബുക്ക് തരുന്നില്ലേ. അപ്പൊ പിന്നെ ചേച്ചിക്ക് തിരിച്ചു എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് വേണമല്ലോ. ചേച്ചി ധൈര്യമായിട്ട് പൈസ വാങ്ങിക്കോ ചേച്ചി. അങ്ങനെ ഒരു തെണ്ടുകളോട് ഫ്രീ ആയിട്ട് സാമാനം ബുക്കണ്ട. ലാഭമില്ല. ബാക്കി പറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ പ്ലാൻ തുടങ്ങിയിരിക്കുന്നത്. ഇനി മേലിൽ എനിക്ക് ഇൻബോക്സിൽ വന്നിട്ട് കാണിച്ചു തരുമോ, പേഴ്സണലി മെസ്സേജ് തരുമോ, നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട. അത്രേ ഉള്ളൂ. ഇത് കുറേ പേരെടുത്ത് എനിക്കാണെങ്കിൽ കുറേ പേരെടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇനി ചൊറിഞ്ഞ് വരും കേട്ടോ. ഇത് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ട് കണ്ട് ഇപ്പൊ മതിയായില്ലേ? എന്റെ വായിരിക്കണ കേട്ടപ്പോഴത്തേക്കും മതിയായില്ലേ? ഇനി മേൽ ഇക്കാര്യം ചോദിച്ചോണ്ട് വരരുത് കേട്ടെ. കേട്ടല്ലോ. ഇനിയെങ്കിലും ചേച്ചിന് ഇൻബോക്സിൽ പോയി ഇരുന്ന് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. വേണമെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ യോജന പദ്ധതി എന്നും പറഞ്ഞ് കുറച്ച് ഫണ്ട് തരുമെന്ന് കേന്ദ്ര സർക്കാരിനോടൊന്ന് അപേക്ഷിച്ച് നോക്കാം. ഒരു നിവേദനം കൊടുത്തു നോക്കാം. അഥവാ കിട്ടിയാലോ. ലൈംഗിക ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും അതവിടെ നിൽക്കണം. ഇനി അടുത്ത ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മഞ്ജു പത്രോസും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ചേച്ചി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്നും കണ്ടോക്കാം. ഞാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞേക്കാം. സത്യത്തിൽ എനിക്കിത് പറയാനൊക്കെ ചമ്മലാണ്. എന്നുവെച്ചാൽ അതിനെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഗതിനെ ഭയങ്കരമായിട്ട് ഈ ദുരുപയോഗം ചെയ്ത് അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, മഞ്ജുപെണ്ണെ എടീ രാധിക എന്തോ ഞാൻ പറയാൻ പോയത്, എനിക്ക് ഈ ഇൻസ്റ്റയിൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ്റെ ആ സാധനം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഞാനെന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം വളരെ കുറച്ച് പേര് ചെയ്യുന്ന ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാരണം അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കും കൂടെ അത് കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ മോശമായി പോയി. അത് അങ്ങനത്തെ ഒരു നിലയിലേക്ക് അത് വന്നു പോയി. നിന്ന് കഥാപ്രസംഗം പറയുന്ന കാര്യം പറയുവാടാ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങൾ, അപ്പോൾ ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാണ്. നിങ്ങൾ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. അല്ലാത്തവർക്ക് പറ്റുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതല്ലാത്ത എൻ്റെ ജീവിതയാത്രകൾ, ഇനി എന്തെങ്കിലും ചെറിയ യാത്രകൾ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ രസകരമായിട്ടുള്ള, എൻ്റെ വിഷമിപ്പിക്കുന്ന, എൻ്റെ സന്തോഷങ്ങൾ, അങ്ങനെയെല്ലാം എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ ഇത് സബ്സ്ക്രിപ്ഷൻ എടുക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന പോലെ ഇതില്ല, മറ്റേ ഇതില്ല കേട്ടോ. അത് ആദ്യമേ പറഞ്ഞേക്കാം. മുത്ത എന്തെങ്കിലും പറയടി എൻ്റെ ആൾക്കാരോട്. എല്ലാവരും മഞ്ജുമ്മയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നീ എടുക്കുവോ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. രണ്ടുപേരും ഓൾറെഡി ആയിട്ടുണ്ട്. മുത്തായിട്ട് വേറൊരാൾ ഓൾറെഡി എടുത്ത്. അപ്പൊ 2 പേരുണ്ട്. 5 പേരാണെങ്കിലും ഞാൻ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ഞാൻ തരും, കണ്ടന്റ് തരും. ഹായ് പറയൂ. അപ്പൊ ഇനിയിപ്പോ ആരൊക്കെ ഉള്ളതെന്ന് നോക്കട്ടെ. മറ്റേതില്ലടാ, മറ്റേതില്ല.
അപ്പം നമുക്ക് ചർച്ചകൾ ചെയ്യണം, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് ചെയ്യണം, തമാശകൾ പറയണം, അങ്ങനെ നമുക്കിരുന്ന് സംസാരിക്കാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, അങ്ങനെ. അല്ല, മഞ്ജു ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ നേരിട്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. പക്ഷെ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത്. അങ്ങനെ ആയാൽ മതി. ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന ആശയം കൊണ്ടുവന്നത് ഈ തുണി അയച്ചിട്ട് ആടുന്നവർക്ക് വേണ്ടിയല്ല. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനുണ്ടായിരുന്നത്. അതായത് ഒരു കുക്കിംഗ് ചാനൽ ആണെങ്കിൽ പ്രീമിയം റെസിപ്പി ഷെയർ ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ വഴി പൈസ വാങ്ങി സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യാം. അങ്ങനെ ഓരോ ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് എക്സ്ക്ലൂസീവായി കണ്ടന്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ഒരു വഴി. ഈ ഒരു നിലക്കാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ കൊണ്ടുവരുന്നു. പക്ഷെ തുമ്പിയെ പോലുള്ള, പർപ്പിൾ ചേച്ചിയെ പോലുള്ള കുറെ പെണ്ണുങ്ങൾ ചേർന്ന് സബ്സ്ക്രിപ്ഷൻ ഒരു ഓൺലൈൻ വ്യഭിചാര സെറ്റപ്പ് ആക്കി മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാനവും അന്റാത്തേക്കും സബ്സ്ക്രിപ്ഷൻ വഴി പൈസ ഉണ്ടാക്കാമെന്ന് വെച്ച് ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ എന്ന ഓപ്ഷൻ ഓൺ ചെയ്താൽ ആളുകൾ സംശയത്തോട് നോക്കാൻ തുടങ്ങി. നീ മറ്റേ പരിപാടിയിൽ എവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങി. സബ്സ്ക്രിപ്ഷൻ ഈ സീക്വൽ ടു മറ്റേ പരിപാടി എന്ന ഇക്വേഷൻ വരെ രൂപപ്പെട്ടു. അതുകൊണ്ടാണ് മഞ്ജു ചേച്ചിക്ക് മറ്റേ പരിപാടികളൊന്നും ഇല്ലട്ടോ, നിങ്ങൾ വിചാരിച്ച സംഗതികളൊന്നും ഇല്ലട്ടോ, വെറും സംസാരം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുള്ളത് ഉറപ്പാണ്. ആളുകളെ പറഞ്ഞിട്ടും കാര്യമില്ല. അവര് സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞിട്ട് കാണുന്നത് തുണയിച്ചാടുന്ന കുറെ പെണ്ണുങ്ങളുടെ അയിഞ്ഞാട്ടല്ലേ. സോ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പരിപാടി അവരെ ഉറപ്പിച്ചു. എന്നാലും ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ തുണി അയച്ചാട് നടക്കുന്ന പെണ്ണുങ്ങൾക്കെതിരെ നമ്മുടെ ബിഗ് ബോസ് താരമായിട്ടുള്ള വേദലക്ഷ്മി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് കണ്ടു നിർത്താം. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷന്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്ട് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോntestant ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. അങ്ങനെയൊക്കെ എവിടെയും വന്നിരുന്നെങ്കിൽ അടിപൊളിയായാലേ. സബ്സ്ക്രിപ്ഷൻ വഴി അയിഞ്ഞാടുന്ന എല്ലാത്തിനും ഇങ്ങനെ ആളുകൾ പരസ്യ വിചാരണ ചെയ്യണം. എന്നാൽ പിന്നെ നല്ല രസം ഉണ്ടാവും. ഇവിടെയും അധികം വേഗാതെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കി പറഞ്ഞാലും 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാര് പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. പക്ഷെ അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീറെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ലക്ഷ്മിയും പറയുന്നത്. ലക്ഷ്മി ഇവിടെ പറഞ്ഞതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളും ഇതേപോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി പൈസ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ടീനേജ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി തുണി അയച്ചിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വലിയ മെനക്കേടില്ലാതെ ലക്ഷ്യങ്ങൾ കൈ കിട്ടുന്ന പരിപാടിയില്ല. ലക്ഷ്യം ഒരു ജീവിതം നയിക്കാം. ടീനേജേഴ്സിനൊക്കെ അതാവുമല്ലോ താല്പര്യം. പിയർ ഗ്രൂപ്പുകൾക്കിടയിൽ നല്ല ചെത്തി പൊളിച്ച് നടക്കണം. ഒന്നാളാവണം. നല്ല ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കണം. ബ്രാൻഡഡ് മൊബൈൽ കൊണ്ട് നടക്കണം. കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒട്ടുമിക്ക കുട്ടികൾക്കും അതിനുള്ള പണമോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെ വരുമ്പോൾ പണം ഉണ്ടാക്കാനുള്ള എളുപ്പവഴിയായിട്ട് ഇവർ ഇതേപോലുള്ള ശരീര പ്രദർശനത്തിനൊക്കെ ഇറങ്ങും. അതിന് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം കൂടുതൽ പോപ്പുലർ ആണെന്നേ ഉള്ളൂ. ഈ പരിപാടി നടക്കുന്ന വേറെയും ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. സോ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികളും ഇതേപോലുള്ള പരിപാടികൾ ചെയ്യുന്നത് നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരം ശരീര പ്രദർശനങ്ങളുള്ള സബ്സ്ക്രിപ്ഷൻ പരിപാടികളൊക്കെ ഞാൻ നിരന്തരമായി എതിർക്കുന്നത്. എല്ലാ പെൺകുട്ടികളും പണം ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ പിന്നുള്ള അവസ്ഥ എന്താണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.